السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، شر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما، وأصلح لنا شأننا كله، ولا تكلنا إلى أنفسنا طرفة عين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ വിഷയം അല്ലാഹുവിനെ അറിയുക എന്നുള്ളതാണ്. ഈ വിഷയം വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം നിർബന്ധമാകുന്ന കാര്യമാണ് റബ്ബിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. ഇത് ഒരു വിശാലമായ വിഷയമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരൊറ്റ ക്ലാസ് കൊണ്ട് എടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ വിഷയമല്ല. വലിയ വിശാലമായ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് എന്നുള്ളത്. അള്ളാഹു ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ ഒരുപാട് നമ്മൾ കൽപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബിനെ കുറിച്ച് അറിയാൻ. അതുകൊണ്ടാണ് ഇമാം ഹാഫിദ് അൽ-ഹകമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, അവ്വൽ വാജിബിൻ അലൽ അബീദി മഅരിഫത്തുർ റഹ്മാനി ബിത്തൗഹീദ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ നിർബന്ധമായ കാര്യം എന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. കാരണം എന്താണ്? ഏറ്റവും ആദ്യം നിർബന്ധമായ കാര്യം എന്താണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യന്മാരെയും ഞാൻ സൃഷ്ടിച്ചത് അവർ എന്നെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആരെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അവനെ കുറിച്ച് അറിയണം. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുക? അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ അവനോട് പറയാണ്, നീ നിസ്കരിക്കുക, നീ നോമ്പ് നോക്ക്, നീ സകാത്ത് കൊടുക്കുക, നീ അള്ളാഹുവിനെ ഭയപ്പെടുക, നീ സുജൂദ് ചെയ്യും. എന്താ കാര്യം? ഒരു കാര്യമില്ല. അവൻ അള്ളാഹുവിനെ അറിയില്ല. അള്ളാഹുവിനെ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിനെ അറിയലാണ്. നോക്കൂ, ഈ ഒരു വിഷയത്തിന്റെ ഒരു മർമ്മം നിങ്ങൾ നോക്കൂ. അള്ളാഹു നമ്മളെ പഠിച്ചത് തന്നെ അള്ളാഹുവിനെ അറിയാനാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. നമുക്ക് അള്ളാഹു തന്ന ഈ ജീവിതം, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഈ ഒരു ജീവിതം കൊണ്ട് റബ്ബിനെ മനസ്സിലാക്കണം, റബ്ബിനെ തിരിച്ചറിയണം. അതിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് എങ്കിൽ ആ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുവിനെ അറിയൽ നിർബന്ധമാണ്.
അല്ലാഹുവിനെ അറിയൽ നിർബന്ധമാണ്. അല്ലാഹു പറഞ്ഞു, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർദി മിസ്ലഹുന്ന യതനസ്സലു അൽ-അംറു ബൈനഹുന്ന ലിതഅലമൂ അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്ന അല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അല്ലാഹുവാണ് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവൻ ഭൂമിയെയും സൃഷ്ടിച്ചു. എന്തിനാണ് സൃഷ്ടിച്ചത്? ലിതഅലമൂ, നിങ്ങൾ അറിയുന്നതിനു വേണ്ടി. അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയുന്നതിനു വേണ്ടി. വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ, അല്ലാഹുവിന്റെ അറിവ് സകല കാര്യങ്ങളെയും ചൂഴ്ന്നിരിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഇതൊക്കെ സംവിധാനിച്ചത്. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. അല്ലാഹു ഖുർആനിൽ, നമ്മളിപ്പോൾ റമദാൻ മാസമാണ്, ഖുർആൻ ഓതാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഖുർആൻ ഓതുമ്പോൾ എത്ര ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്? വഅലമു ഫഅലമു ഫഅലം വഅലം, അറിയുക, പഠിക്കുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് നീ പഠിക്കുക. ഫഅലം, നീ അറിയുക. വഅലമു, നിങ്ങൾ അറിയുക. അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ശിക്ഷിക്കുന്നവനാണ്. വഅന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യമുള്ളവനുമാണ്. ഇങ്ങനെ അല്ലാഹുവിനെ കുറിച്ച് ഓരോ കാര്യം പറഞ്ഞിട്ട് അതിന്റെ മുന്നിൽ അല്ലാഹു ഫഅലമു വഅലമു, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എത്ര ആയത്തുകൾ അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാനുള്ള ആഹ്വാനങ്ങളും കൽപ്പനകളും. അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് അറിവ് വർദ്ധിക്കുന്നിടത്തോളം അല്ലാഹുവിലേക്കുള്ള അടുപ്പം അത് കൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ കൂടുതൽ അറിയുമ്പോഴാണ് അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ ഭയം ഉണ്ടാകും. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് പണ്ഡിതന്മാർ മാത്രമാണ്. അല്ലാഹുവിനെ കുറിച്ച് യഥാർത്ഥത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ് അല്ലാഹുവിനെ ഭയക്കേണ്ടതുപോലെ ഭയപ്പെടുന്നത്. കാരണം എന്താ? അവർ അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാം. അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി ഒരുവൻ അറിയുമ്പോൾ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അവന് ഭയപ്പെടാൻ സാധിക്കും. അപ്പൊ അവന്റെ ജീവിതത്തിൽ നന്മകൾ വർദ്ധിക്കും, അവന്റെ ജീവിതത്തിൽ തിന്മകൾ അത് കുറയും. അങ്ങനെ അവൻ അല്ലാഹുവുമായി അടുക്കും, അല്ലാഹുവുമായി അവൻ അടുപ്പത്തിലാകും. അല്ലാഹുവുമായി ഒരുവൻ അടുത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സംരക്ഷണം ഏത് നിലക്കും അവന് സാധ്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ഖാഫ ശൈഅൻ ഹറബ മിൻഹു, ഒരാൾ ഒരു കാര്യം അതിനെ ഭയന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഭയന്ന കാര്യത്തിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യാറ്, അല്ലേ? ഒരു കാര്യത്തിനോട് ഭയം ഉണ്ടായാൽ നമ്മൾ അതിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യുക. പക്ഷെ വമൻ ഖാഫ അല്ലാഹ് ഹറബ ഇലൈഹി, ആരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്, അല്ലാഹുവിനെ ഭയന്നവൻ അല്ലാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടൽ ചെയ്യും, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, അല്ലാഹുവിനോട് ഭയം വർദ്ധിക്കുവാൻ അല്ലാഹുവിനെ കുറിച്ച് ധാരാളമായി നമ്മൾ പഠിക്കുക, അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുക. ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ, പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ജീവിത അവസാനം വരെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അതൊരിക്കലും അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവ് അത് അവസാനിക്കുകയില്ല. അത്രയും വിശാലമാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, അത്രയും വിശാലമാണ്. അത് പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. മരണം വരെ അല്ലാഹുവിനെ കുറിച്ച്
പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഅലമുക്കും ബില്ലാഹി വഅഖ്ശാകും വഅത്ഖാകും അന. നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതും ഞാനാണ്. അപ്പൊ നോക്കണം, അല്ലാഹുവിന്റെ റസൂലിനാണ് അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ളത്. എന്നിട്ട് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വീണ്ടും വീണ്ടും അല്ലാഹു കൽപ്പിക്കുകയാണ്. നോക്ക്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ കുറിച്ച് അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു കൽപ്പിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, പഠിക്കാൻ. എങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് അറിവില്ലാത്ത നമ്മൾ എത്രത്തോളം അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു അറിവിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ആരാണ് അല്ലാഹ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലാഹുവിന്റെ നാമങ്ങൾ എന്തൊക്കെയാണ്, അല്ലാഹുവിന് നമ്മൾ നൽകേണ്ട അല്ലാഹുവിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പഠിക്കണം. അതൊക്കെ അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നതിൽപ്പെട്ടതാണ്. ഇതൊക്കെ അല്ലാഹുവിനെ കുറിച്ച് അറിയുന്നതിൽപ്പെട്ടതാണ്. അല്ലാഹുവിനുള്ള വിശ്വാസം എന്താണ്, എങ്ങനെയാണ് അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്, ഇതൊക്കെ അല്ലാഹുവിനെ അറിയുന്നതിൽ പെട്ട കാര്യങ്ങളാണ്. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അല്ലാഹു ഉണ്ട് എന്ന് അറിയലും അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കലുമാണ്. അൽ ഈമാനു ബിവുജൂദില്ലാ എന്ന് പണ്ഡിതന്മാർ അതിന് പറയാറുണ്ട്. അൽ ഈമാനു ബിവുജൂദില്ലാ, അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക. അല്ലാഹു ഉണ്ട് എന്ന് നമ്മൾ അറിയുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഈ വിഷയം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാൻ വളരെ അനിവാര്യമാണ്. കാരണം എന്താ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ അസ്തിത്വത്തിനെ തള്ളിപ്പറയുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു ഇല്ല, റബ്ബില്ല എന്നിങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് നടക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്ന കാര്യം നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്, യഖീനാക്കേണ്ടതുണ്ട്, ദൃഢമായി നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തേണ്ടതുണ്ട്. അള്ളാഹു ഉണ്ട്, അള്ളാഹു ഉണ്ട് എന്നതിൽ നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരിക്കും. അള്ളാഹുവിന്റെ അസ്തിത്വത്തിന് നിഷേധിക്കുന്ന മുൻഗാമികളിൽ പെട്ട ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മുൻകാലങ്ങളിൽ അള്ളാഹു ഇല്ല എന്ന് അള്ളാഹു നിഷേധിക്കുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. അള്ളാഹു വിശ്വാസമുള്ള ആളുകളായിരുന്നു ഭൂരിഭാഗം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന ആളുകൾ തന്നെ അവർ അള്ളാഹു നിഷേധിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ കിബർ കൊണ്ടാണ്. ഫിർഔൻ അള്ളാഹുവിനെ നിഷേധിച്ചവനാണ്. അവൻ പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ മഹോന്നതനായ റബ്ബ് എന്നാണ് ഫിർഔൻ പറഞ്ഞത്. പക്ഷെ അവൻ പോലും അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നിഷേധിച്ചത്? അള്ളാഹുവിനെ നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? അവനിലുള്ള കിബർ കൊണ്ടാണ് അള്ളാഹുവിനെ നിഷേധിച്ചിട്ടുള്ളത്. ആളുകൾ അള്ളാഹു നിഷേധിക്കുന്ന ആളുകൾ രഹസ്യമായിട്ടാണെങ്കിലും അവർ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ എന്താണ്? നമ്മുടെ ബുദ്ധി അതിനുള്ള തെളിവാണ്, നമ്മുടെ ശുദ്ധ പ്രകൃതി അതിനുള്ള തെളിവാണ്, പ്രമാണങ്ങൾ അതിനുള്ള തെളിവാണ്. ഈ കാണുന്ന സർവചരാചരങ്ങളും ഈ കാണുന്ന സൃഷ്ടികളെല്ലാം അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ്. ഒരിക്കൽ ഒരു അറാബിയോട് ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത്?
അള്ളാഹു ഉണ്ട്. എങ്ങനെയാണ് നീ നിന്റെ റബ്ബിനെ തിരിച്ചറിഞ്ഞത്? ബിമാ അറഫ്ത റബ്ബക, എങ്ങനെയാണ് നിന്റെ റബ്ബിനെ നീ തിരിച്ചറിഞ്ഞത്? ആ അറാബി, മരുഭൂമിയിൽ കന്നുകാലികളെ നോക്കി നടക്കുന്ന ആ അറാബി പറഞ്ഞ വാക്ക് ഏറെ സ്വാധീനം ഉണ്ടാക്കുന്ന വാക്കാണ്. അയാൾ പറഞ്ഞു, മരുഭൂമിയിൽ ഒട്ടകങ്ങൾ ഉണ്ടാകാം, ആ ഒട്ടകങ്ങളുടെ കാഷ്ടം കണ്ടു കഴിഞ്ഞാൽ ആ ഒട്ടകത്തിന്റെ കാഷ്ടം കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു ഒട്ടകം നടന്നു നീങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഞാൻ, ഒരുപാട് യാത്രാ സംഘങ്ങൾ ഇതിലൂടെ നടന്നു നീങ്ങിയ കാൽപ്പാടുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ കാൽപ്പാടുകൾ കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പറ്റം ആടുകൾ ഇതിലൂടെ നടന്നു പോയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ പ്രവിശാലമായ വളരെ കൃത്യതയോടുകൂടി ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഈ ആകാശത്തിൽ നീലനിറമുണ്ട് എങ്കിൽ, പർവ്വതങ്ങളുണ്ട് എങ്കിൽ, വലിയ വലിയ വൃക്ഷങ്ങളും പർവ്വതങ്ങളിൽ അതിന്റെ ആണികളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളുണ്ട് എങ്കിൽ, അങ്ങനെ ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഖബീറായ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്ന എല്ലാത്തിനും കഴിവുള്ളവനായ ഒരു റബ്ബുണ്ട് എന്ന് അറിയിക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ വെറുതെ ഉണ്ടാകുമോ? ഇല്ല, ഒരിക്കലും ഉണ്ടാകില്ല. ഒരിക്കലും അത് സംഭവിക്കുകയും ഒരു റബ്ബില്ലാതെ വെറുതെ ഒരു കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അസംഭവ്യമാണ്. അതുപോലെ തന്നെ മുൻഗാമികളിൽപ്പെട്ട ചില ആളുകളോട് ചോദിച്ചു, എങ്ങനെയാണ് റബ്ബിനെ മനസ്സിലാക്കിയത്? അവര് പറഞ്ഞു, തീരുമാനങ്ങൾ മാറി മറിയുന്നതിലൂടെയാണ് ഞങ്ങൾ റബ്ബിനെ കണ്ടെത്തിയത്. നമ്മളൊരു കാര്യം അത് തീരുമാനിച്ചുറപ്പിക്കുന്നു, എന്നാൽ പൊടുന്നനെ ആ തീരുമാനങ്ങൾ മാറും. ആരാണ് അതിനെ മാറ്റിയത്? സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുന്നില്ല. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിക്കും, ഒരു യാത്ര അതിനുവേണ്ടി നമ്മൾ തയ്യാറാകുന്നു, അതിനുവേണ്ട സകല സജ്ജീകരണങ്ങളും നമ്മൾ നടത്തുന്നു, പൊടുന്നനെ അത് മാറുകയാണ്. ഇന്നലെ വരെ ഒരു യാത്രക്ക് പോകണം എന്ന് ഉറപ്പിച്ച ഒരാൾ, അതിനുവേണ്ടി എല്ലാ രീതിയിലും തയ്യാറെടുത്ത ഒരാൾ പെട്ടെന്ന് തീരുമാനിക്കണം യാത്രയില്ല, യാത്ര പോണില്ല. ആരാണ് ഈ തീരുമാനങ്ങൾ മാറ്റിയത്? അള്ളാഹുവാണ്. അള്ളാഹു ഉണ്ട് എന്ന് അറിയിക്കുന്ന കേവലം യുക്തി എന്ന് പറയാവുന്ന കാര്യങ്ങളാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ്, അദ്ദേഹം അള്ളാഹു ഇല്ല എന്ന് പറയുന്ന ആളുകളുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ടു. ഒരു സംവാദം അത് നിശ്ചയിക്കപ്പെട്ടു. അങ്ങനെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം കുറച്ച് വൈകി ആ സദസ്സിലേക്ക് വന്നു. ഇമാം അബൂ ഹനീഫ അദ്ദേഹം വൈകി വന്നപ്പോൾ തന്നെ ചില ആളുകൾ പറയാൻ തുടങ്ങി, ഇമാം അബൂ ഹനീഫ അയാൾ പേടിച്ചതാണ്, സംവാദത്തിന് വരൂല. അങ്ങനെ അദ്ദേഹം സംവാദത്തിന്റെ വേദിയിലേക്ക് എത്തി. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് വൈകിയത്? നമ്മൾക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന വഴി. അദ്ദേഹം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്ത്രപരമായി അവർക്ക് മറുപടി കൊടുക്കുക. എനിക്ക് വരുന്ന വഴി ഒരു തടാകം അത് മുറിച്ചു നടക്കാനുണ്ടായി. അങ്ങനെ തടാകത്തിന്റെ അരികിലെത്തിയപ്പോൾ എനിക്ക് നീന്താൻ അറിയില്ല. ആ തടാകത്തിന്റെ മുന്നിലാകട്ടെ തോണിയോ വഞ്ചിക്കാരോ ആരുമില്ല, എനിക്ക് നീന്താനും അറിയില്ല. അങ്ങനെ നിന്നപ്പോൾ അതിന്റെ അരികിൽ നിൽക്കുന്ന ഒരു മരം അതങ്ങനെ താനെ അത് മുറിഞ്ഞ് ആ തടാകത്തിൽ അങ്ങനെ ചേർന്ന് കിടന്ന് ആ തടികൾ എൻ്റെ അരികിലേക്ക് ഒരു വഞ്ചി പോലെ ഒഴുകി വന്നു. അങ്ങനെ ഞാൻ അതിലേക്ക് വെറുതെ കയറി നിന്നപ്പോൾ അത് ആ വഞ്ചി തുഴഞ്ഞ് എന്നെ അക്കരയിലേക്ക് എത്തിച്ചു. ഇത്രയും സമയമെടുക്കാനുള്ള ഒരു സാവകാശം എടുത്തത് കൊണ്ടാണ് ഞാൻ വൈകിയത് എന്ന് പറഞ്ഞപ്പോൾ അവര് അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനെ പരിഹസിക്കാൻ തുടങ്ങി. എന്താണ് ഈ കാലഘട്ടത്തിലൊക്കെ ആളുകളോട് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അബൂ ഹനീഫ പറഞ്ഞത്. അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു, കേവലം ഒരു തോണിയും എന്നെ
അക്കരത്തെത്തിച്ചതും അത് വെറുതെ ഉണ്ടായി എന്ന് പറയുന്നതാണോ വിഡ്ഢിത്തം? അതല്ല ഈ ലോകം മുഴുവൻ ഒരു റബ്ബില്ലാതെ വെറുതെ ഉണ്ടായി എന്ന് പറയുന്നതാണോ കൂടുതൽ വിഡ്ഢിത്തരം എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. ഒന്നൊക്കെ ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ് ഈ ലോകം ഒന്നാകെ വെറുതെ ഉണ്ടാകുക, ഒരു റബ്ബില്ലാതെ ഉണ്ടാകുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ്. അതോടെ ആ സംവാദം അവിടെ അവസാനിച്ചു എന്ന്. ഏതൊരു മനുഷ്യന്റെ ശുദ്ധപ്രകൃതിയും അംഗീകരിക്കുന്നു അല്ലാഹു. അതിനോടൊപ്പം അല്ലാഹുവിന്റെ സൃഷ്ടികൾ അല്ലാഹുവിനുള്ള തെളിവാണ്. ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر. അല്ലാഹു പറഞ്ഞില്ല, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവും പകലും സൂര്യനും ചന്ദ്രനും. ഇതൊക്കെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. രാത്രി ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും അത് മാറി മാറി വരും. ആരാണ് അതിനെ സംവിധാനിച്ചത് ഇത്രയും കൃത്യമായി? അത് വെറുതെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തെളിഞ്ഞ ബുദ്ധിയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക? അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ എത്ര എത്ര അള്ളാഹുവിന്റെ സൃഷ്ടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതിനു പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്നതിനുള്ള തെളിവാണ് അവന്റെ ആയാത്തുൻ ശർഈ, അള്ളാഹുവിന്റെ മതപരമായ തെളിവുകൾ. വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, ഇതൊക്കെ അള്ളാഹുവിനെ അറിയിക്കുന്ന കാര്യങ്ങളാണ്. ഖുർആൻ അത് ഒരുവൻ വായിച്ചു കഴിഞ്ഞാൽ അവന് അതിലൂടെ അള്ളാഹുവിനെ ബോധ്യപ്പെടും. അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഖുർആൻ. അള്ളാഹു ഉണ്ട് എന്നതിന് ഖുർആൻ അത് ഓതി നിരത്തി വെച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിന്റെ ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കേവലം ബുദ്ധി മാത്രം മതി. അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ പടപ്പുകളെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി അള്ളാഹു ഉണ്ട് എന്ന് ഒരാൾക്ക് തെളിയിക്കാൻ. പക്ഷെ അതിനു പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് യഥാർത്ഥ രൂപത്തിൽ എത്തുവാൻ അവൻ തെളിവായ ഖുർആനിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഖുർആൻ ഒരുവൻ ഓതിക്കഴിഞ്ഞാൽ അതിലൂടെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്താൻ സാധിക്കും. അഫലാ യതദബ്ബറൂന ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നല്ല എങ്കിൽ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ കാണാൻ സാധിക്കുമായിരുന്നു. ഖുർആനിൽ ഒരു ഹർഫ് വൈരുദ്ധ്യം ഒരാൾക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റും? ഒരിക്കലുമില്ല. ശാസ്ത്രീയമായി യാതൊരു പുരോഗതിയില്ലാത്ത കാലഘട്ടം, 1500 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് സ്കാനിങ് മെഷീനോ എക്സ്റേ ഒന്നുമില്ല. ആ കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകുന്നത്. എന്താ വഹി? ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു ഗർഭസ്ഥ ശിശു എങ്ങനെ വളരുന്നു എന്ന കൃത്യമായ ഉത്ബോധനം, കൃത്യമായ അറിവ് ശാസ്ത്രീയമായി ഒരു പുരോഗതിയും ഇല്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹു വഹി ഇറക്കുകയാണ്. അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവാണ്. ഖുർആൻ ഓതി കഴിഞ്ഞാൽ, ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഒരുവന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ അനേകായിരം തെളിവുകൾ അല്ലാഹു ഉണ്ട് എന്നതിനുള്ള അനേകായിരം തെളിവുകൾ വിശുദ്ധ ഖുർആൻ അതിന്റെ ആയത്തുകൾ വായിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആരാണ് ഇത്രയും കൃത്യമായി മനോഹരമായി ഇത്തരം വാചകങ്ങൾ ആർക്കാണ് പറയാൻ സാധിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ വാദിക്കുന്നത് അല്ലാഹുവിൽ നിന്നല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു എങ്കിൽ നിങ്ങൾ ഖുർആൻ പോലെ ഒരു കിതാബ് നിങ്ങൾ കൊണ്ടുവരും. ഖുർആൻ പോലെ ഒരു കിതാബ് കൊണ്ടുവരാൻ അല്ലാഹു വെല്ലുവിളിച്ചു. അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഖുർആൻ പോലെ ഒരു സൂറത്ത്, ഖുർആനിലേതുപോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചു.
അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികളിൽ സാഹിത്യകാരന്മാരിൽ അറിയപ്പെട്ട ബുദ്ധിജീവികളുള്ള ആ കാലഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിച്ചത്. ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഈ ഖുർആനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുപോലെ ഒരു ഖുർആൻ നിങ്ങൾ കൊണ്ടുവരും, ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ. നബിയെ പറയുക, ജിന്നുകളും മനുഷ്യന്മാരെല്ലാവരും ഒരുമിച്ചാൽ പോലും ഈ ഖുർആൻ പോലെ ഒരു ഖുർആൻ അവർക്ക് കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കുകയില്ല. ലോകത്തുള്ള എല്ലാ ജിന്നുകളും എല്ലാ മനുഷ്യന്മാരും ബുദ്ധിജീവികളും എല്ലാവരും ഒരുമിച്ച് കൂടി പരസ്പരം സഹകരിച്ച് ഈ ഖുർആൻ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ അവരോട് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് അള്ളാഹു വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കും. അള്ളാഹു ഉണ്ട് എന്നതിനുള്ള തെളിവുകൾ അതെമ്പാടുമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സഹോദരങ്ങൾ, ഈ ഒരു വിശ്വാസം, ഈ ഒരു അറിവ് നമ്മളുടെ മനസ്സിൽ ദൃഢമായി ഉറപ്പിക്കണം. നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ പിഞ്ചു മക്കൾക്ക്, നമ്മളുടെ മക്കൾക്ക് ഇത് പകർന്നു കൊടുക്കണം. കാരണം മതനിഷേധത്തിലേക്ക്, റബ്ബിനെ നിഷേധിക്കുന്ന കാര്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ആധുനിക കാലഘട്ടത്തിലെ പിഴച്ചവാദങ്ങൾ വ്യാപകമായി നമ്മുടെ നാടുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജാഗ്രതയോടുകൂടി നമ്മൾ കാണുകയും അള്ളാഹുണ്ട് എന്ന വിശ്വാസം, ആ ഒരു അറിവ് നമ്മുടെ മനസ്സിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് തൗഹീദ്. ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം തൗഹീദ് മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ഏകത്വത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, അള്ളാഹുവിനെ ഏകനാക്കി അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. സ്വർഗത്തിലേക്ക് ഒരുവന് പ്രവേശിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. എല്ലാ നന്മയുടെയും അടിസ്ഥാനം തൗഹീദാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യം കൽപ്പിച്ചത് തൗഹീദാണ്. എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത് തൗഹീദ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അവകാശമാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് തൗഹീദ്. തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കുക. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? എന്താണ് തൗഹീദിനുള്ള തെളിവുകൾ? എന്താണ് തൗഹീദിന്റെ വിപരീതം? തൗഹീദിന്റെ വിപരീതമായ കാര്യത്തിനുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി, അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കുക. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കുക. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. തൗഹീദ് 3 ഇനങ്ങളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ഏറ്റവും ഇസ്ലാമിന്റെ ബാലപാഠമായ കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക്കായി ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അള്ളാഹുവിനെ ഏകനാക്കുക, അള്ളാഹുവിനെ മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഇത് 3 ഇനങ്ങളാണുള്ളത്. ഒന്നാമത്തെ തൗഹീദ് റുബൂബിയ്യ എന്നാണ് അതിന് പറയുന്നത്. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കുക. തൗഹീദ് റുബൂബിയ്യ. അല്ലാഹു മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമാണ് സൃഷ്ടാവ്, അല്ലാഹു മാത്രമാണ് നിയന്ത്രിക്കുന്നവൻ,
അള്ളാഹു മാത്രമാണ് എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ, അള്ളാഹു മാത്രമാണ് ജീവിപ്പിക്കുന്നവൻ, അള്ളാഹു മാത്രമാണ് മരിപ്പിക്കുന്നവൻ. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവൃത്തിയായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ അള്ളാഹു ഏകനാണ്. തൗഹീദുർ റുബൂബിയ്യ. അള്ളാഹു മാത്രമാണ് റബ്ബ്. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തികളിൽ അള്ളാഹുവിനെ ഏകനാണ്. അള്ളാഹുവിന് പുറമെ സൃഷ്ടിക്കുന്നവനായി ഒരാളും തന്നെ ഇല്ല. അള്ളാഹുവിന് പുറമെ നിയന്ത്രിക്കുന്നവനായി ഒരാളും തന്നെ ഇല്ല. അള്ളാഹുവിന് പുറമെ ജീവിപ്പിക്കുന്നവനായി മരിപ്പിക്കുന്നവനായി ഒരാളും തന്നെ ഇല്ല. ഇത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യമാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവർത്തികളിൽപ്പെട്ടത്. അള്ളാഹുവിന് പുറമെ ഒരു വലിയും ഒരു നബിയും ഒരു മലക്കും സൃഷ്ടിക്കുന്നില്ല. അള്ളാഹുവിന് പുറമെ ഒരു നബിയും ഒരു വലിയും ഒരു മലക്കും ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നില്ല. അള്ളാഹുവിന് പുറമെ ഒരു നബിയും ഒരു മലക്കും ഒരു വലിയും ജീവിപ്പിക്കുകയോ മരിപ്പിക്കുകയോ ജനങ്ങൾക്ക് ഉപജീവനം കൊടുക്കുകയോ ജനങ്ങളുടെ സമ്പാദ്യങ്ങളും ഈ ലോകവും ഉടമപ്പെടുത്തുകയോ ചെയ്യുന്നു. ഇത് മുഴുവൻ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളാണ്. അള്ളാഹു മാത്രമാണ് റബ്ബ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവാണ് ലോകരുടെ റബ്ബ്. അല്ലാഹു അല്ലാത്ത എന്തൊക്കെ കാര്യമുണ്ടോ അതിനാണ് ആലമി എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതാണ് ആലം. അല്ലാഹു അല്ലാത്ത മറ്റെന്തൊക്കെയുണ്ടോ അതിനൊക്കെ സൃഷ്ടിച്ചവൻ അല്ലാഹു മാത്രമാണ്, അതിനൊക്കെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്, അതിനെയെല്ലാം ഉപജീവനം കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമാണ്, അതിനെയെല്ലാം ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹു മാത്രമാണ്. ഇതാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ. ഈ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഈ വിശ്വാസത്തിൽ നമുക്ക് എന്തെങ്കിലും പിഴവുണ്ട് എങ്കിൽ നമുക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. അള്ളാഹുവിന് പുറമെ ഔലിയാക്കൾ ഈ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ, അള്ളാഹുവിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, അള്ളാഹുവിന് പുറമെ മലക്കുകൾ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും എന്ന് നമുക്ക് വിശ്വാസമുണ്ട് എങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിന് മാത്രമുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ഏകനാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ അള്ളാഹുവിൽ യാതൊന്നിനെയും നമ്മൾ പങ്കു ചേർക്കാൻ പാടില്ല. എന്നാൽ സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് കേരളത്തിൽ ഈ വിശ്വാസം പേറുന്ന ഒരുപാട് പണ്ഡിത പുരോഹിതന്മാരെ കാണാൻ സാധിക്കും. ഈ വിശ്വാസം പേറുക എന്ന് മാത്രമല്ല, ഇത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിശ്വാസം പ്രചരിപ്പിക്കണം. അല്ലാഹു അല്ലാതെ ലോകം നിയന്ത്രിക്കുന്നവർ, ഔലിയാക്കൾ, മുദബ്ബിറുൽ ആലമുകളായ ലോകം നിങ്ങൾ നിയന്ത്രിക്കുന്ന ഔലിയാക്കളുണ്ട്. അവർ അല്ലാഹുവിന് പുറമെ ലോകം നിയന്ത്രിക്കും. അവർ അല്ലാഹു അറിയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അറിയും. അവരുള്ളത് കൊണ്ടാണ് വിമാനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാത്തത്. അങ്ങനെ പടച്ച വാദങ്ങൾ ഇന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇസ്ലാമല്ല. അത് അള്ളാഹുവിനോടുള്ള നന്ദികേടാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതകളിൽ വരുത്തുന്ന ഏറ്റവും വലിയ വീഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രത്യേകതകളിൽ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ എങ്ങനെയാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ തൗഹീദുൽ ഉലൂഹിയ്യ. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റബ്ബ് എന്ന് പറഞ്ഞു. ആ റബ്ബായവൻ മാത്രമാണ് ഇലാഹായവൻ. വളരെ എളുപ്പമാണ്. റബ്ബായവനെ ഇലാഹാവുകയും
നമ്മൾ പറഞ്ഞു അള്ളാഹു മാത്രമാണ് റബ്ബ്, അള്ളാഹുവിന് പുറമെ ഒരാളും റബ്ബല്ല എങ്കിൽ ആ അള്ളാഹു മാത്രമേ ഇലാഹാവുകയുള്ളൂ. ഇലാഹ് എന്ന് പറഞ്ഞ ആരാധ്യൻ, ആരാധനകൾക്ക് അവകാശമുള്ളവൻ, യഥാർത്ഥ ആരാധനകളുടെ അവകാശം, അതാണ് ഇലാഹ് എന്ന് പറയുന്നത്. അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഇലാഹ്. അവനാണ് ഏകനായ ഇലാഹ്, അവന് പുറമെ ഒരാളും ഇലാഹല്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് നമ്മൾ പറയും. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്, അർത്ഥം ശരിയാക്കും. അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരില്ലേ? ഇവിടെ ജനങ്ങൾ അമ്പിയാക്കളെ, ഔലിയാക്കളെ, ജിന്നുകളെ, മലക്കുകളെ, വിഗ്രഹങ്ങളെ, അതുപോലെ തന്നെ ആൾ ദൈവങ്ങളെ, തങ്ങന്മാരെ, ബാവമാരെ, ബീവിമാരെ, ജാറങ്ങളെ, മക്കബറകളെ, വ്യത്യസ്തങ്ങളായ ദുർമൂർത്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആരാധ്യന്മാരാണ്, അതെ ആരാധ്യന്മാരാണ്. പക്ഷെ അവർ അവകാശമില്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരാണ്, വ്യാജ ആരാധ്യന്മാരാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമേ ആരാധനക്ക് അർഹനായിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെയോ ഒരു ആരാധനക്ക് അർഹതയില്ലാതെ ആരാധിക്കപ്പെടുന്ന വ്യാജന്മാരായ ആരാധ്യന്മാരാണ്. അതാണ് അല്ലാഹു പറഞ്ഞത്, ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل. അല്ലാഹു മാത്രമാണ് ഹഖായത്, അല്ലാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധനകൾക്ക് അർഹനായത്. എന്നാൽ അവന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്, അവർക്കൊരു അവകാശവുമില്ല. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധിക്കപ്പെടാൻ പാടുള്ളൂ. അല്ലാഹു മാത്രമേ യഥാർത്ഥ ആരാധ്യൻ, മറ്റാരും ആരാധനക്ക് അവകാശമില്ലാത്ത ആളുകളാണ് എന്ന് പറയുന്നതിനുള്ള കാരണം എന്താ? ആരാ പറയാ? അല്ലാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ, വേറൊരാളെ ആരാധിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അവൻ മാത്രമാണ് റബ്ബ്. നമ്മൾ പറഞ്ഞു അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവൻ മാത്രമാണ് നമ്മളെ സൃഷ്ടിച്ചത്, അവൻ മാത്രമാണ് നമുക്ക് ഉപജീവനം നൽകുന്നത്, അവൻ മാത്രമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എങ്കിൽ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു മാത്രമാണ് നമ്മൾ സൃഷ്ടിച്ചത്, അള്ളാഹു മാത്രമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അള്ളാഹു മാത്രമാണ് നമ്മൾ ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് സത്യം എന്നിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ആളുകളെ ആരാധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ നന്ദികേടല്ലേ? നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നത് എന്തുകൊണ്ട്? അള്ളാഹു മാത്രമാണ് അതിന്റെ അവകാശം. കാരണം അള്ളാഹു മാത്രമാണ് നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നവനെ മാത്രമാണ്. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കാൻ പാടില്ല. എത്ര എളുപ്പമുള്ള കാര്യമാണ്, എത്ര എളുപ്പമുള്ള കാര്യമാണ്. ഇതാണ് ഏറ്റവും വലിയ നീതി എന്ന് പറഞ്ഞാൽ. അല്ലാഹു പറഞ്ഞു ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച സൃഷ്ടികളാണ് ഇതെല്ലാം. ഈ കാണുന്ന സൃഷ്ടിജാലങ്ങളെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആളുകൾ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. നിങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കണം, അള്ളാഹു അല്ലാത്ത ആളുകളോട് നിങ്ങൾക്ക് സഹായം തേടണം, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം, നിങ്ങൾക്ക് അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടണം, നിങ്ങൾക്ക് ജാറത്തിൽ പോയി അവിടുത്തെ ജാറം മൂടണം, ജാറത്തിൽ മരിച്ചു കിടക്കുന്ന ഔലിയാക്കളോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. എങ്കിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് ഈ ആരാധിക്കേണ്ട ആളുകൾ അവരൊക്കെ കാണിച്ചു തന്ന, അവരൊക്കെ സൃഷ്ടിച്ച എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും? ഇല്ല, ഒരിക്കലും സാധിക്കില്ല. അങ്ങനെയാണ് സത്യമെങ്കിൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അത് അള്ളാഹുവിന്റെ മാത്രം അവകാശമാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും.
അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരായിക്കോട്ടെ, ആയിക്കോട്ടെ, മലക്കാകട്ടെ, ആരായിക്കോട്ടെ, അവരൊക്കെ നിങ്ങളെ പോലെ കേവലം സൃഷ്ടികൾ മാത്രമാണ്. അവർക്ക് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. ഒരു ഈച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹുവിന് പുറമെ ആളുകൾ ആരാധിക്കുന്ന ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ചാൽ പോലും ഒരു ഈച്ചയുടെ ചിറക് പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു ഈച്ചയുടെ ചിറക് പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത ഏറ്റവും ദുർബലരായ ആളുകളെ വിളിച്ചുകൊണ്ടാണോ മലിക്കുൽ ജബ്ബാറായ ഈ 7 ലോകങ്ങൾ സൃഷ്ടിച്ച് പരിപാലിക്കുകയും എല്ലാം സംവിധാനിക്കുകയും ചെയ്ത അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യം നിങ്ങളെപ്പോലെ ഏറ്റവും നിസ്സാരനായ ഒരു മനുഷ്യന് നൽകുക എന്നുള്ളത് എങ്ങനെയാണ് നീതിയാവുക? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. അള്ളാഹു മാത്രമാണ് ഇലാഹ്, അവൻ മാത്രമാണ് ഏകനായ ആരാധ്യൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഖുർആനിൽ ഒരുപാട് തവണ ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും, അല്ലയോ മനുഷ്യന്മാരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ആരാധിക്കുക. فلا تجعلوا لله اندادا وانتم تعلمون, നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലാഹുവാണ് ഏകനായ ആരാധ്യൻ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ അല്ലാഹുവിൽ സമന്മാരെ ഉണ്ടാക്കുവാൻ പാടില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, നബിയെ പറയുക, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ ആരാധ്യന്മാരെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബൂ ലക്കും, അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകുകയില്ല. എത്ര ആയത്തുകൾ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചു കഴിഞ്ഞാൽ തൗഹീദിന്റെ തെളിവുകൾ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹയിൽ മുതൽ നമുക്ക് കാണാൻ സാധിക്കും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം നീ സഹായം തേടുക. പൂർണ്ണമായും തൗഹീദാണ്. അപ്പോൾ തൗഹീദിന്റെ രണ്ടാമത്തെ ഇനം എന്നുള്ളത് തൗഹീദുൽ ഉലൂഹിയ്യ, ആരാധനകളിൽ അല്ലാഹുവിനെ ഏകനാക്കുക. അഥവാ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിൽ, ആരാധനകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാക്കുകയാണ് തൗഹീദുൽ ഉലൂഹിയ്യ. തൗഹീദിന്റെ മൂന്നാമത്തെ ഇനം തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. നമ്മൾ പറഞ്ഞു അല്ലാഹുവിനെ നാമഗുണവിശേഷണങ്ങളുണ്ട്. വലില്ലാഹി അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഉന്നതങ്ങളായ ഏറ്റവും നല്ല പേരുകൾ അല്ലാഹുവിനുണ്ട്. വലില്ലാഹിൽ മസലുൽ അഅല, അല്ലാഹുവിന് ഏറ്റവും ഉന്നതങ്ങളായ വിശേഷണങ്ങളുണ്ട്. ഇന്ന ലില്ലാഹി 99 ഇസ്മാ, അല്ലാഹുവിന് 99 നാമങ്ങളും. ശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അല്ലാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ വിശേഷണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്, അത് നിഷേധിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ നാമങ്ങൾ
അത് നിഷേധിക്കാൻ പാടില്ല, അതിനെ ദുർവ്യാഖ്യാനിക്കുവാൻ പാടില്ല, അതിന് രൂപം അത് പറയുവാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ അത് മനുഷ്യന്മാരോട് സാദൃശ്യപ്പെടുത്തി പറയാനും പാടില്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിനെ മാത്രം ഏകനാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പറഞ്ഞു നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളും നിഷേധിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും നിഷേധിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്ന് രാത്രിയുടെ 1/3 ബാക്കിയാകുമ്പോൾ അവൻ ഇറങ്ങി വരും. ഇത് അള്ളാഹുവിന്റെ വിശേഷമാണ്. അള്ളാഹു ആകാശത്തു നിന്ന് ഇറങ്ങി വരും. പക്ഷെ ഇത് നിഷേധിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അള്ളാഹു ഇറങ്ങി വരില്ല, അള്ളാഹു ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, പഠിപ്പിച്ച കാര്യമാണ്. അതിനെ നിഷേധിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി നാമങ്ങളായി പറഞ്ഞ കാര്യങ്ങളൊന്നും നിഷേധിക്കാൻ പാടില്ല, ദുർവ്യാഖ്യാനിക്കാനും പാടില്ല. അള്ളാഹുവിനെ കുറിച്ച് ഒരു കാര്യം പറയാം. അള്ളാഹു പറയണം അള്ളാഹുവിന് കൈകളുണ്ട്, അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഇത് ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച കാര്യമാണ്. പക്ഷെ ഒരാൾ പറയണം അള്ളാഹുവിന് കൈയില്ല. അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ അർത്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ്. എന്നിങ്ങനെ അള്ളാഹു നേർക്ക് നേരെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനെ ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിന് രൂപം പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മുഖമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മുഖം, അതിന്റെ രൂപം ഇങ്ങനെയാണ് എന്ന് പറയാൻ പാടില്ല. കാരണം അള്ളാഹു അത് പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് രൂപം പറയാൻ പാടില്ല, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾക്ക് രൂപം പറയാൻ പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിനെ അവന്റെ പടപ്പുകളിലേക്ക് ഉപമിച്ച് പറയുവാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കേൾക്കുന്നവനാണ്, അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു മനുഷ്യന്മാരെ പോലെ കേൾക്കും, മനുഷ്യന്മാരെ പോലെ അറിയും. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിവ് അത് മനുഷ്യന്മാരുടെ അറിവ് പോലെയാണ്, അള്ളാഹുവിന്റെ കേൾവി അത് മനുഷ്യന്മാരുടെ കേൾവി പോലെയാണ്, അള്ളാഹുവിന്റെ കാഴ്ച അത് മനുഷ്യന്മാരുടെ കാഴ്ച പോലെയാണ്. ഇങ്ങനെ മനുഷ്യന്മാരിലേക്ക് സാദൃശ്യപ്പെടുത്തി പറയാനും പാടില്ല. ഇങ്ങനെ ഒന്നും ചെയ്യാതെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ അവന് സ്ഥിരപ്പെടുത്തി കൊടുക്കുക, അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക, അതിൽ യാതൊന്നിനും അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ. അള്ളാഹുവാണ് അല്ലാമുൽ ഗുയൂബ്, അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അപ്പോൾ ഒരാൾ പറയാണ് അദൃശ്യ കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ അത് ഇന്ന വലിയനറിയും, ഇന്ന തങ്ങൾക്കറിയും, അതല്ലെങ്കിൽ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയും, അതല്ലെങ്കിൽ മരിച്ചുപോയ ഇന്ന വലിയനറിയും, മറഞ്ഞ കാര്യങ്ങൾ അറിയും, വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഭാവിയിലുള്ള കാര്യങ്ങൾ അറിയും എന്നൊരുവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവനിൽ ഈ പറഞ്ഞ പിഴവ് സംഭവിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശേഷണത്തിൽ അവൻ അള്ളാഹുവിന്റെ പടപ്പുകളെ പങ്കു ചേർത്തിരിക്കുകയാണ്. ഇപ്പൊ സഹോദരങ്ങൾ, ഇതാണ് ചുരുക്കി പറഞ്ഞാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ. തൗഹീദ് 3 ഇനങ്ങൾ. തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹുവിന്റെ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമ ഗുണവിശേഷണങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ തൗഹീദിനെ 3 പഠിപ്പിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ശക്കുണ്ടാക്കുവാൻ, സംശയം ഉണ്ടാക്കുവാൻ ഒരുപാട് ആളുകളുണ്ടാകും. തൗഹീദ് അങ്ങനെ 3 പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല.
അത് പിൽക്കാലത്ത് വഹാബികൾ ഉണ്ടാക്കിയതാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്നതാണ്, ഇബ്നു തൈമിയ കൊണ്ടുവന്നതാണ് എന്നൊക്കെ ആളുകൾക്കിടയിൽ സംശയം ഉണ്ടാക്കുന്നതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മുൻഗാമികളായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് മുമ്പുള്ള പണ്ഡിതന്മാർ വരെ ഇത് അംഗീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം അൽ ഹാഫിദ് ഇബ്നു മന്ദ റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഈ തൗഹീദിന്റെ 3 വിഭജനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നമ്മൾ പറഞ്ഞ 3 തൗഹീദിന്റെ ഇനങ്ങളും ഇത് ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും തെളിവുള്ള കാര്യമാണ്. ഖുർആനിലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലെയും തൗഹീദിന്റെ തെളിവുകൾ പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്തതിനു ശേഷം ജനങ്ങൾക്ക് തൗഹീദ് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനു വേണ്ടി തൗഹീദിനെ 3 ഇനങ്ങളാക്കി തിരിച്ചതാണ്. തൗഹീദ് 3 ഇനങ്ങളാക്കി തിരിച്ചത് അതിന് വിമർശിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? നിസ്കാരവും വുളുവും അതിന്റെ ശർത്തും ഫർളൊക്കെ എണ്ണം പറഞ്ഞ് പഠിപ്പിക്കും. നമ്മൾ ചോദിക്കുകയാണ്, ഈ പറഞ്ഞ വുളുവിന്റെയും നിസ്കാരത്തിന്റെയും ശർത്തും ഫർളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ എങ്ങനെയാണ് എണ്ണം പറഞ്ഞ് പഠിപ്പിക്കുക? അപ്പൊ അവർ പറയും, അത് ജനങ്ങൾക്ക് ഫിഖ് പഠിക്കാൻ വേണ്ടി പണ്ഡിതന്മാരെന്ത് ചെയ്തതാണ്? എണ്ണം പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അതിനെ അങ്ങനെ എണ്ണം പറഞ്ഞ് പണ്ഡിതന്മാർ ഫിഖ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് എളുപ്പാക്കി കൊടുത്തതാണ്. അതേപോലെ തന്നെയാണ് തൗഹീദിന് 3 ഇനങ്ങളാക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ അതേ മാർഗം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ തൗഹീദിന് 3 ഇനങ്ങളാക്കി എന്നുള്ളത് ഒരു പുത്തനവാദമൊന്നല്ല. അത് പണ്ഡിതന്മാർ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പറഞ്ഞിട്ടുള്ള തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് അതിനെ 3 ഇനങ്ങളാക്കി വിഭജിച്ചു എന്ന് മാത്രം. നമ്മൾ 3 ഇനങ്ങളും പറഞ്ഞ് ഈ 3 ഇനങ്ങളും ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ 3 ഇനങ്ങളുടെയും തെളിവ് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു മാത്രമാണ് റബ്ബ് എന്നതിനുള്ള തെളിവാണ്. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹു മാത്രമാണ് ഇലാഹ്, അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന തൗഹീദുൽ ഉലൂഹിയ്യത്തുള്ള തെളിവാണ്. അർ-റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ, അല്ലാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളിലുള്ള തൗഹീദിന്റെ തെളിവാണ്. ഇത് ഖുർആനിലും സുന്നത്തിലും തെളിവുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങൾ, തൗഹീദ് എന്താണ് നമ്മൾ മനസ്സിലാക്കി. തൗഹീദിന്റെ വിപരീതം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. തൗഹീദിന്റെ വിപരീതം കൂടി പഠിക്കുമ്പോഴേ തൗഹീദ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു കാര്യത്തിന്റെ വിപരീതം മനസ്സിലാക്കിയാൽ ആ കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഒരുവൻ ഷർറ് കൂടി മനസ്സിലാക്കണം, തിന്മകൾ കൂടി മനസ്സിലാക്കണം, തിന്മകൾ കൂടി അറിഞ്ഞിരിക്കണം. കാരണം എന്താ? തിന്മകളിൽ പെട്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി. നമ്മൾ തിന്മകളെ കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കണം. എന്തിനു വേണ്ടി? അത് സൂക്ഷിക്കുന്നതിന് വേണ്ടി, അത് ചെയ്യാനല്ല. തിന്മകളെ കുറിച്ച് മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് തിന്മകൾ ചെയ്യാനല്ല, മറിച്ച് ആ തിന്മകളിൽ അകപ്പെട്ടു പോകാതിരിക്കുന്നതിനാണ് നമ്മൾ തിന്മകളെ കുറിച്ച് പഠിക്കേണ്ടത്. തിന്മയും നന്മയും ഒരുവൻ വേർതിരിച്ച് പഠിച്ചിട്ടില്ല എങ്കിൽ അവന് നന്മയും തിന്മയും അത് കൂടിക്കലരുകയും നന്മയാണ് എന്ന് മനസ്സിലാക്കി തിന്മകൾ ചെയ്യുകയും തിന്മയാണ് എന്ന് മനസ്സിലാക്കി നന്മകൾ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. തൗഹീദ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ നന്മ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അതിന് വിപരീതമായ ഏറ്റവും വലിയ തിന്മയായ ശിർക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഏറ്റവും കടുത്ത ഏറ്റവും വലിയ ഭാഗമാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദ്യം വിലക്കിയ കാര്യമാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. പ്രവാചകന്മാരഖിലവും അവരുടെ സമൂഹത്തിന് വിലക്കിയ കാര്യമാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. സ്വർഗത്തിന്റെ താക്കോലാണ് തൗഹീദ് എങ്കിൽ ശിർക്ക് ഒരുവൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ കാലാകാലം നരകത്തിലായിരിക്കും.
ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ഷിർക്ക് എന്ന് പറഞ്ഞത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത വാക്കാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ഏറ്റവും ഗുരുതരമായ കാര്യമാണ്, പാപമാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ. ഏറ്റവും ഗുരുതരമായ തിന്മയായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരികയില്ല. ഒരാൾ ഷിർക്കിലായിക്കൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ضل ضلالا ബഈദ. അല്ലാഹു അവനിൽ പങ്കു ചേർക്കുന്നതിനെ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അതിന് താഴെയുള്ള, അതിന് കീഴിലുള്ള തിന്മകൾ അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും. ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ശിർക്ക് ചെയ്യുന്നത്, അവൻ അങ്ങേയറ്റം വഴിപിഴച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ശിർക്ക് ഒരുവന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അവൻ തൗബ ചെയ്യാതെ മരിച്ചു കഴിഞ്ഞാൽ അവൻ കാലാകാലം നരകത്തിലാണ്. അവന്റെ ആ തിന്മ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. മാത്രമല്ല, ഒരുവന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ എല്ലാ നന്മകളും അതോടുകൂടി ഇല്ലാതെയാണ്. എല്ലാ നന്മകളും അതോടുകൂടി ഇല്ലാതെയാണ്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ എല്ലാ തിന്മകളും, എല്ലാ നന്മകളും, എല്ലാ അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ്. പ്രവാചകന്മാരോട് അല്ലാഹു പറഞ്ഞു വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. പ്രവാചകന്മാരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നു എങ്കിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം. ഉദാഹരണം വിവരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഒരാൾ ഒരു 90 കൊല്ലം ജീവിച്ചു എന്നിരിക്കും. 90 കൊല്ലം അയാൾ ജീവിച്ചു, ഒരുപാട് നന്മകൾ അയാൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. സകാത്ത് കൊടുക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ ജീവിതത്തിനൊടുവിൽ അയാൾ ശിർക്ക് ചെയ്താൽ ഈ 90 കൊല്ലം അയാൾ ചെയ്ത നന്മകളൊക്കെ ബാത്തിലായി പോകും. ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ വലിയൊരു സമുദ്രം, വലിയ സമുദ്രം കണക്കെ ഒരാൾക്ക് നന്മകളുണ്ട് എന്ന് വിചാരിക്കുക. ആ സമുദ്രം കണക്കെയുള്ള ആ നന്മയിലേക്ക് ഒരു തുള്ളി ശിർക്കിന്റെ അംശം ഉണ്ട്. സമുദ്രം കണക്കെയുള്ള നന്മയിൽ ഒരു തുള്ളി ശിർക്ക് വീണ് കഴിഞ്ഞാൽ ആ ശിർക്കിന്റെ ആ ഒരു തുള്ളി ആ സമുദ്രത്തെ മൊത്തം മലിനമാക്കും. അതാണ് ശിർക്കിന്റെ ഗൗരവം. അതാണ് സഹോദരന്മാർ, ശിർക്കിനെ നമ്മൾ കരുതിയിരിക്കണം. ഇന്ന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ശിർക്കിനെ കുറിച്ച് ജനങ്ങളെ താക്കീത് ചെയ്യുമ്പോൾ, തൗഹീദ് ജനങ്ങൾക്ക് കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചില ഉസ്താദ്മാർ വന്നിട്ട് പറയും ഇവർക്ക് എപ്പോഴും തൗഹീദ് മാത്രമേ പറയാനുള്ളൂ, ഇവരെപ്പോഴും ജനങ്ങൾക്ക് ശിർക്കിനെ കുറിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കാൻ, എപ്പോഴും ഈ തൗഹീദ് ശിർക്കല്ലാതെ വേറൊന്നും നിങ്ങൾക്ക് പറയാനില്ലേ? ഷഹാദത്ത് കലിമ ചൊല്ലിയ മുസ്ലിമീങ്ങൾ നിങ്ങൾ ശിർക്ക് സംഭവിക്കുന്നവരെ പേടിപ്പിക്കണം. ഷഹാദത്ത് ചൊല്ലിയ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് ശിർക്ക് സംഭവിക്കുകയോ, ഷഹാദത്ത് ചൊല്ലിയ മുസ്ലിമീങ്ങളായ ഞങ്ങൾ സ്വർഗത്തിലേക്ക് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് പോലെയാണ് അവർ പറയുന്നത്. ഞങ്ങളിലൊന്നും ശിർക്ക് സംഭവിക്കുകയില്ല എന്ന മട്ടിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത പ്രബോധനത്തിന്റെ രീതിയിലായിരുന്നു 23 കൊല്ലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. തൗഹീദ് പറഞ്ഞു കൊടുക്കുക, ശിർക്കിൽ നിന്ന് ജനങ്ങളെ പേടിപ്പിക്കുക, ജനങ്ങളെ അകറ്റി നിർത്തുക. ഷഹാദത്ത് കലിമ ചൊല്ലിയ മുസ്ലിമീങ്ങളിൽ ശിർക്ക് സംഭവിക്കുമോ എന്ന ആളുകൾക്ക് വളരെ അത്ഭുതത്തോടുകൂടി ആളുകൾക്ക് ശിർക്കിന്റെ കാര്യത്തിൽ ധൈര്യം കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. ഇത് പ്രവാചകന്മാരുടെ പ്രബോധന മാർഗത്തിന് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുമെന്ന് അതിയായി ഭയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വഹാബികളോട് പറഞ്ഞില്ല നിങ്ങളൊക്കെ
എന്റെ കൂടെ മുസ്ലിമായി എന്റെ കൂടെ നിന്ന സ്വഹാബികളല്ലേ, നമുക്കൊന്നും ഒരിക്കലും ശിർക്ക് സംഭവിക്കൂല കേട്ടോ, നമുക്കൊന്നും ശിർക്ക് പറഞ്ഞേരേണ്ട ആവശ്യം തന്നെയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 23 കൊല്ലം മുഴുവൻ ശിർക്കിനെ കുറിച്ച് താക്കീത് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം മരിക്കുമ്പോൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിനെതിരെ സംസാരിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർകു അഖ്ഫാ മിൻ ദബീമിൻ നമൽ. ശിർക്ക് എന്നുള്ളത് ഒരു കറുത്ത ഉറുമ്പ്, അതിനേക്കാൾ ഗോപ്യമായിട്ടാണ് ശിർക്ക് നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു കറുത്ത ചെറിയ ഉറുമ്പ് ഇരുട്ടുള്ള രാത്രിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കുമോ? ഒരിക്കലും അറിയാൻ സാധിക്കില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് വളരെ ഗോപ്യമായി കൊണ്ടാണ് കടന്നു വരിക. അതുകൊണ്ട് നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം. നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം. ഇയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് നമുക്ക് താക്കീത് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ തഖൂമു സ്സാഅതു ഹത്താ തുഅബദ ലാത്ത് വൽ ഉസ്സ. മക്ക മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ലാ തഖൂമു സ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മതി ബിൽ മുശ്രിക്കീൻ. എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ബഹുദൈവാരാധകരുമായി കൂടിച്ചേരുന്നത് വരെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശിർക്കിനെ കുറിച്ചുള്ള താക്കീതുകളാണ്. ഈ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പേടിച്ചിട്ടുണ്ട്, താക്കീത് ചെയ്തിട്ടുണ്ട്. അതന്നെ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പേടിക്കണം. എനിക്ക് ശിർക്ക് സംഭവിക്കൂല, ഞാൻ തൗഹീദുള്ള ആളാണ്, ഞാൻ ഷഹാദത്ത് കലിമ മുസ്ലിം, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായ ആളാണ്, എനിക്ക് ശിർക്ക് സംഭവിക്കുകയില്ല എന്ന ദുർഭയത്വത്തിൽ നമ്മൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, പിശാചിന്റെ ഏറ്റവും വലിയ കെണിയിൽ നമ്മൾ അകപ്പെട്ടിരിക്കുക. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. ആരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം? തൗഹീദിനു വേണ്ടി രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച പ്രവാചകനാണ്. ശിർക്കിന്റെ ചിഹ്നങ്ങളെ സ്വന്തം കൈകൊണ്ട് തകർത്ത പ്രവാചകനാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ, കുട്ടി വിഗ്രഹങ്ങളെ, ദൈവങ്ങളുടെ പ്രതിമകളെ അദ്ദേഹം തച്ചുടച്ചു, കൈകൊണ്ട് അതിനെ നശിപ്പിച്ചു. ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? വജുനൂബുനി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും എന്നെയും എന്റെ മക്കളെയും റബ്ബേ നീ കാത്തു രക്ഷിക്കണേ എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹം ശിർക്കിനെ ഭയന്നിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന് ശേഷം ശിർക്കിന്റെ കാര്യത്തിൽ ധൈര്യപ്പെടാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിർക്കിൽ നിന്ന് അല്ലാഹുവിനോട് തേടിയിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന് ശേഷം ഈ ഉമ്മത്തിന് ശിർക്കിന്റെ കാര്യത്തിൽ ധൈര്യം കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരെ പോലെയുള്ള മഹാന്മാരായ പ്രവാചകന്മാർ തങ്ങളുടെ മരണശേഷം, തങ്ങൾക്ക് ശേഷം വരുന്ന തലമുറയിൽ തങ്ങൾ പോറ്റി വളർത്തിയ, ശുദ്ധമായ ആദർശത്തിൽ പോറ്റി വളർത്തിയ മക്കൾ ഈ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുമോ എന്ന് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മരണസന്ദർഭത്തിൽ അവർ മക്കളോട് ചോദിച്ചു, അവർ ചോദിച്ചു, എന്തിനെയാണ് ഞങ്ങളുടെ മരണശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പ്രവാചകന്മാർ മക്കളോട് ചോദിച്ചതായി കാണാൻ സാധിക്കും. അവർ പറഞ്ഞു, ഖാലു നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇലാഹൻ വാഹിദ. ഞങ്ങൾ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് അവർ മറുപടി കൊടുത്തതായി കാണാൻ സാധിക്കും. അപ്പോൾ ശിർക്കിനെ കുറിച്ച് നമ്മൾ പേടിക്കണം, ജാഗ്രതയിലായിരിക്കണം. ശിർക്ക് എന്താണ് എന്ന് അവൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്നറിയോ? ഈ കാലഘട്ടങ്ങളിൽ ശിർക്ക്, അതിനെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കലുകൾ
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദിനെ ശിർക്കായും ശിർക്കിനെ തൗഹീദായും ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഏറ്റവും വലിയ തിന്മ ഏതാണ്? അയ്യു ദംബി അഅ്ദം, ഏറ്റവും വലിയ തിന്മ ഏതാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖ, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചെന്നിരിക്കെ നീ അല്ലാഹുവിന് ഒരു പകരക്കാരനെ ഉണ്ടാക്കുക. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. തസ്മിയതു ഗൈരില്ലാഹി ബില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ള ആളുകളെ അല്ലാഹുവിനോട് സാമ്യതപ്പെടുത്തുക. അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് പങ്കുകൊടുക്കുക. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞത്. അല്ലാഹുവിന് മാത്രം അവകാശമുള്ള ഒരു കാര്യത്തിൽ അല്ലാഹു അല്ലാത്ത ഒരാളെ പങ്കു ചേർത്താൽ അത് ശിർക്കാണ്. ഉദാഹരണത്തിന് പ്രാർത്ഥന എന്നുള്ളത് ഇബാദത്താണ്, ആരാധനയാണ്, അല്ലാഹുവിനോട് മാത്രം നടത്തേണ്ട ഇബാദത്താണ്, അല്ലേ? പ്രാർത്ഥന എന്നുള്ളത് ഇബാദത്താണ്, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്താണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുക താഴ്മയോടുകൂടി വിനയത്തോടുകൂടി അല്ലാഹുവിനോട് കാര്യം തേടുക, പ്രാർത്ഥിക്കുക, അത് ഇബാദത്താണ്. അല്ലാഹുവിനോട് മാത്രമേ അത് പാടുള്ളൂ. അപ്പൊ ഒരുവൻ അല്ലാഹുവിന് മാത്രം കൊടുക്കേണ്ട ഈ പ്രാർത്ഥന അല്ലാഹു അല്ലാത്ത ഒരാളോട് നടത്തി, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നടത്തി, അല്ലാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മലക്കുകളോട് പ്രാർത്ഥിച്ചു. അതെന്താ? ശിർക്കാണ്. അവിടെ ശിർക്ക് സംഭവിച്ചു. അങ്ങനെ ശിർക്ക് സംഭവിച്ചവൻ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി, അവൻ നരകത്തിൽ ശാശ്വതനായി. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, ആരാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത് അവന് സ്വർഗ്ഗം നിഷിദ്ധമായിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ചില ആളുകൾ വന്നിട്ട് പറയാണ്, അല്ലാഹുവിന് പുറമുള്ള ആളുകളോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ഇന്ന് ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് പറയാണ്, അത് മുസ്ലിമീങ്ങളെ നയിക്കുന്നു എന്നൊക്കെ പറയുന്ന വലിയ നേതാക്കന്മാരാണ് വന്നിട്ട് പറയും, ഞങ്ങൾക്ക് വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറയും. അപ്പൊ ഒരു ശിർക്കല്ല എന്ന് പറയാനുള്ള ഒരു കാരണം പറയണത് എന്താണെന്ന് അറിയും? അല്ലാഹുവിനെ പോലെ എല്ലാ അർത്ഥത്തിലും കഴിവുള്ള ആളുകളാണ് ഈ വിളിച്ചു തേടുന്ന ആളുകൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിച്ചാലേ അത് ശിർക്കാവുകയുള്ളൂ. അതല്ലാത്തടത്തോളം അത് ശിർക്കാവുകയില്ല എന്നാണ് ഈ പറയുന്ന ആളുകളുടെ വാദം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ, അല്ലാഹുവിന്റെ റസൂലേ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹുവിനെ പോലെ എല്ലാ കഴിവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാലേ അത് ശിർക്കാവുകയുള്ളൂ. എന്നാൽ അല്ലാഹുവിനാണ് എല്ലാ കഴിവുകളും ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചെറിയ കഴിവ് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴി അല്ലാഹുവിലേക്ക് എത്താനുള്ള ഒരു മധ്യവർത്തിയാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ തേടിക്കഴിഞ്ഞാൽ അത് ശിർക്കാവുകയില്ല എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഒരിക്കലും ഒരു തെളിവില്ലാത്ത കാര്യമാണ്. അല്ലാഹുവിനെ പോലെ ഒരു അല്ലാഹുവാണ് എന്ന വിശ്വാസത്തോട് വിളിച്ചാലേ അത് ശിർക്കാവൂ എന്ന് പറയുകയാണെങ്കിൽ മക്കാ മുശ്രിക്കുകളിൽ ശിർക്ക് സംഭവിച്ചിട്ടില്ല എന്ന് വാദിക്കേണ്ടി വരും. മക്കാ മുശ്രിക്കുകളിൽ ശിർക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം മക്കാ മുശ്രിക്കുകൾ അവരുടെ ലാത്തയെയും അൻസയെയും അവരുടെ വിഗ്രഹങ്ങളെയും വിളിച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെ അവർ മുഖേന അല്ലാഹുവിലേക്ക് എത്തിക്കാനുള്ള ഒരു മധ്യവർത്തിയാക്കിയിട്ടാണ്. അവരൊരിക്കലും പറഞ്ഞിട്ടില്ല അല്ലാഹുവിനെ പോലെ
എല്ലാ കഴിവും ഞങ്ങൾ ആരാധിക്കുന്ന ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിക്ക് ലാത്തക്ക് ഉസ്സക്ക് മനാത്തക്ക് ഉണ്ട് എന്ന് അവർ ഒരിക്കലും വാദിച്ചിട്ടില്ല. അവർ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നവൻ, അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നു. എന്നിട്ടും അവർ വിഗ്രഹങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത് മരിച്ച് മൺമറഞ്ഞു പോയ അമ്പിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ്? ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തൊരു കാരണമാണോ ന്യായമാണോ ശിർക്ക് ചെയ്യാൻ ആളുകൾ പറയുന്നത്, അതേ കാരണം തന്നെയാണ് മക്കാ മുശ്രിക്കുകളും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ മുശ്രിക്കുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹുവിനെ പോലെ തന്നെ ഇവർക്ക് എല്ലാ കഴിവുണ്ട് എന്നതുകൊണ്ടല്ല, എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ശിർക്ക് സംഭവിച്ചിട്ടില്ല, നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ യുദ്ധം ചെയ്തു, തൗഹീദിന് വേണ്ടി യുദ്ധം ചെയ്തു. അവർ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവർ ആ ശിർക്കിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി അവർക്ക് പ്രബോധനം ചെയ്തു കൊടുത്തു. ശിർക്ക് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ വളരെ എളുപ്പമാണ്. അള്ളാഹുവിന് അവകാശപ്പെട്ട എന്തൊരു ഇബാദത്താണോ എന്തൊരു കാര്യമാണോ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വകവെച്ചു കൊടുത്താൽ അത് ശിർക്കായി. അവിടെ അള്ളാഹുവിനെ പോലെ തന്നെ എല്ലാ കഴിവുള്ള ഒരാളാകണം എന്ന വിശ്വാസം ഉണ്ടെങ്കിലേ ശിർക്കാകൂ എന്നത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. അത് ശിർക്കിന് വേണ്ടി ഇവർ നടത്തുന്ന ന്യായീകരണങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഇന്ന് അല്ലാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ഇവർ പറയുന്ന കാരണം എന്താ? അമ്പിയാക്കൾ ഔലിയാക്കൾ മരിച്ചു മൺമറഞ്ഞു പോയ സ്വാലിഹീങ്ങളായ ആളുകൾ അവർ വഴി ഞങ്ങൾ അള്ളാഹുലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ഇവർ പറയുന്നത്. ഇതേ വാദം തന്നെയാണ് മക്കാ മുശ്രിക്കുകളും പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ ഇബാദത്ത് ചെയ്യുന്ന അവർ പറഞ്ഞത് ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഈ മരിച്ചു മൺമറഞ്ഞു പോയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇവരോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർ ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കും, അതിനാണ് ഞങ്ങൾ അവരെ ദുആ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ശിർക്ക് ചെയ്യാൻ ന്യായീകരിക്കുന്ന ന്യായങ്ങളിൽപ്പെട്ടത് എന്താണ്? ഞങ്ങൾ ഇവരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവർ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യും. അതും മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ വാദം തന്നെയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പറഞ്ഞ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ അരികിൽ അവർ ഞങ്ങൾക്ക് ശുപാർശ നടത്തുന്നതിന് വേണ്ടിയാണ്, അതല്ലാതെ അള്ളാഹുവിനെ പോലെ വേറൊരു അള്ളാഹു ആണ് എന്ന വിശ്വാസം വെച്ചുകൊണ്ടല്ല അവർ അവരുടെ ആരാധ്യന്മാരെ വിളിച്ചു പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശിർക്ക് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് തൗഹീദ് കൃത്യമായി പഠിക്കുക, ശിർക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക, ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക, തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ, അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി മനസ്സിലാക്കുവാൻ, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅഅലം. صلى الله وسلم وبارك على عبده ورسوله محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.